കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. കെപിസിസി പ്രസിഡന്റ് രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെച്ചതും സതീശൻ കെപിസിസി നേതൃയോഗത്തിൽ പങ്കെടുക്കാത്തത് വിവാദമായതായും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ ഐക്യം വേണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടെ നീങ്ങണമെന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ ചെന്നിത്തലയും പറഞ്ഞു. അങ്ങനെ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം നേരത്തെ മാറ്റിവെച്ചത് അറിയാതെ ദീപാദാസ് കുൻഷി അടക്കമുള്ള നേതാക്കൾ കേരളത്തിലേക്ക് വരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഈ യോഗം മാറ്റിവെച്ചു എന്നുള്ളത്. അങ്ങനെ അവരുടെ അതൃപ്തി അവർ ദേശീയ നേതാക്കളെ അറിയിക്കുന്നു. ഈ സതീശ സുധാകര തർക്കത്തിൽ ഇന്നും വലിയ വിമർശനങ്ങളാണ് യോഗത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ്. വിവരങ്ങൾ നിർബൻ ചക്രവർത്തി നൽകും റിപ്പോർട്ടിലേക്ക്. വർഷ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം തന്നെ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനും തമ്മിലുള്ള തർക്കം കാരണം മാറ്റിവെച്ച രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് ഇന്ന് വീണ്ടും ചേർന്നത്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിന് അത്രയേറെ പ്രാധാന്യവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന കെപിസിസി നേതൃയോഗത്തിൽ നിന്ന് വി ഡി സതീശൻ വിട്ടുനിൽക്കുകയും തുടർന്ന് UDFന്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ നിന്ന് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സുധാകരന് വിട്ടുനിന്നു. അതിൻ്റെ പിറ്റേ ദിവസം ചേരാനിരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് മാറ്റിവെച്ചത്. ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഇരു നേതാക്കൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഇന്ന് നടന്ന യോഗത്തിലും നേതാക്കളുടെ ഈ നിലപാടിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനമാണ് ഉണ്ടായത്. പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള PJ കുര്യൻ അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചു. പല നേതാക്കളും പറഞ്ഞത് നേതാക്കൾ തമ്മിൽ, പ്രത്യേകിച്ച് വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ ഐക്യമില്ല, ഐക്യമുണ്ടാകണം, കാര്യങ്ങൾ പരസ്പരം ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കണം, വിവാദ വിഷയങ്ങളിലടക്കം പരസ്പരമായ വിരുദ്ധമായ നിലപാട് ഉണ്ടാകുന്ന തരത്തിൽ വിമർശനമുണ്ടായി. മുതിർന്ന നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. അദ്ദേഹം ഓൺലൈനായിട്ടാണ് യോഗത്തിൽ പങ്കെടുത്തത്. പാർട്ടിയിൽ ഐക്യം വേണം എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. PJ കുര്യൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച ചർച്ചയല്ല ഇപ്പോൾ കോൺഗ്രസ് നടത്തേണ്ടത്, ഇപ്പോൾ വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ ഘട്ടത്തിൽ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യേണ്ടത്. വിവാദ വിഷയങ്ങളിൽ ഇങ്ങനെ പരസ്പര നേതാക്കൾ പോരടിക്കുന്ന രീതി മാറണം എന്നാണ് PJ കുര്യൻ പറഞ്ഞത്. മറ്റു ചില നേതാക്കൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് പുനഃസംഘടന, പാർട്ടിയിൽ പുനഃസംഘടന ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ രണ്ടിലൊന്ന് തീരുമാനിക്കണം. ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഒന്നുകിൽ പുനഃസംഘടന ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. ഇക്കാര്യത്തിൽ വ്യക്തത വേണം എന്ന നിലപാട് സ്വീകരിച്ചു. പല കാര്യങ്ങളിലുമുള്ള അഭിപ്രായ വ്യത്യാസം, എല്ലാവരും പറഞ്ഞത് കൂട്ടായ്മ എന്ന കാര്യം തന്നെയാണ്. നേതൃത്വത്തിൽ കൂട്ടായ്മ വേണമെന്ന് എല്ലാ നേതാക്കളും പേരെടുത്ത് പറയാതെ പല നേതാക്കളും പറഞ്ഞു. ഉന്നം വച്ചത് വി ഡി സതീശനെയും കെ സുധാകരനെയുമാണ്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പാർട്ടിയിൽ ഒരുക്കങ്ങളില്ല, നേതാക്കൾ ഇപ്പോൾ പലതരത്തിലുള്ള വിവാദങ്ങളിലേക്ക് പോകുന്നു. കേരളത്തിൽ പാർട്ടിയെ നയിക്കുന്നവരാണ്, ഒന്നാമനാരാണ് എന്ന തർക്കമുണ്ടാകുന്നു. വി ഡി സതീശൻ ഒരു ചേരിയിലേക്ക് പോകുന്നു. പുനഃസംഘടന സംബന്ധിച്ച് സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന്, സുധാകരനെ മാറ്റണമെന്ന ആവശ്യം വി ഡി സതീശൻ ഉന്നയിക്കുന്നു. ഇത്തരം വിവാദങ്ങൾ ഈ ഘട്ടത്തിൽ വേണ്ട എന്ന ഒരു അഭിപ്രായമാണ് യോഗത്തിലുണ്ടായത്. യോഗത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ടായി. മറ്റ് വിവാദ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം PV അൻവറിൻ്റെ കാര്യമാണ്. PV അൻവറിനെ UDFൽ എടുക്കണമെങ്കിൽ അതിൽ അഭിപ്രായ സമന്വയം വേണം, കൂട്ടായ ചർച്ചകൾ കൂടി മാത്രമേ തീരുമാനിക്കാവൂ എന്ന നിർദ്ദേശമാണ് വന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ധൃതി പിടിച്ച് PV അൻവറിന് UDFലേക്ക് പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയില്ല. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം സാഹചര്യം മനസ്സിലാക്കിയ ശേഷം PV അൻവറിനെ UDFനൊപ്പം കൂട്ടണമെങ്കിൽ അപ്പോൾ കൂട്ടാം എന്ന നിലപാടാണ് പല നേതാക്കളും ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കുവച്ചത്. വർഷ, കെപിസിസി പുനഃസംഘടനയിലടക്കം കൃത്യമായ നിലപാടുണ്ടാകണം, മാത്രമല്ല അനാവശ്യമായി ചർച്ചകൾ നീട്ടരുത് എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലടക്കം ചർച്ച ചെയ്തത്. ഒപ്പം സതീശനും സുധാകരനുമെതിരെയുള്ള വിമർശനങ്ങൾ. വിവരങ്ങളാണ് നിർബൻ ചക്രവർത്തി നൽകിയത്.